പണ്ട് ബഷീറിൻ്റെ ഒരു പ്രധാന കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്, പൊൻകുരിശ് സോമ ചോദിച്ചിട്ടുണ്ട്, കർത്താവിനെന്തിനാ പൊൻകുരിശെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യം ഇപ്പോഴും ഇങ്ങനെ റിലവൻ്റായി വരികയാണ്. നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് കാണുകയാണ്. ഈ ദൈവങ്ങളുടെ ഒരു പൗരൻ എന്ന പദവി, ഒരു പൗരൻ എന്ന പദവിയിലാണ് നമ്മളിപ്പോൾ ദൈവങ്ങളെല്ലാം ഇന്ത്യയിലെ നമ്മുടെ സിവിൽ നിയമങ്ങളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു പൂർണ്ണ പൗരനായിട്ടല്ല കണ്ടിരിക്കുന്നത്, ഒരു മൈനറിൻ്റെ സ്റ്റാറ്റസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈനറിൻ്റെ സ്റ്റാറ്റസ് എവിടെ നിന്നാണ് വന്നത്? മൈനറിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല വരുന്നത്. അത് 1939 ജാക്കി കൂഗൻസ് ആക്ട് എന്ന് പറയുന്ന കാലിഫോർണിയയിലെ ആക്ടിൽ നിന്നാണ് ആ മൈനറിൻ്റെ സ്റ്റാറ്റസ് വരുന്നത്. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ജാക്കി കൂഗനെ നമുക്കെല്ലാവർക്കും അറിയാം. മിക്കവാറും ജാക്കി കൂഗനെ കാണാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നവരിലുണ്ടാവില്ല. കാരണം ആരായിരുന്നു ഈ ജാക്കി കൂഗൻ? ചാർലി ചാപ്ലിൻ്റെ പ്രശസ്തമായ ചിത്രമാണ് ദ കിഡ്. മിക്കവാറും അത് കാണാത്ത ആളുകൾ സ്കൂൾ കുട്ടികളൊക്കെ കുറവായിരിക്കും. അതിലെ ആ വളരെ നോട്ടിയായിട്ടുള്ള ചാപ്ലിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ കിഡ് ആണ് ജാക്കി കൂഗൻ. അതായത് നമ്മുടെ 1900-കളിലെ നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ചൈൽഡ് ആർട്ടിസ്റ്റായിരുന്നു ജാക്കി കൂഗൻ. അങ്ങനെ ചാപ്ലിൻ്റെ അനേകം സിനിമകളിലുണ്ട്. അതുപോലെ തന്നെ ആ കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയിരുന്ന കുട്ടിയായിരുന്നു ജാക്കി കൂഗൻ. അപ്പോൾ കൂഗന് പ്രായപൂർത്തിയായപ്പോൾ അയാൾ ഒരു കാര്യം മനസ്സിലാക്കി. അയാളുടെ അമ്മയും അയാളുടെ രണ്ടാനച്ഛനും ചേർന്ന് അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം അവരുടെ പേരിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു കാശും ബാക്കിയുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരാതിയായി വന്നു. പത്രങ്ങൾ എഴുതി ഈ കുട്ടിയുടെ കാര്യം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രതിഫലം ഞങ്ങളാണല്ലോ, ഞങ്ങൾ പാരൻസ് എന്നുള്ള ഞങ്ങൾക്കാണ് അവകാശപ്പെട്ടതെന്ന് ഈ അമ്മയും രണ്ടാനച്ഛനും വാദിച്ചു. പക്ഷേ എന്നാൽ കോടതി അത് കൂഗൻ്റെ പേരിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. അതിനോടനുബന്ധിച്ചാണ് കാലിഫോർണിയയിൽ മൈനേഴ്സ് ആൻഡ് വാർഡ്സ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം വരുന്നത് 1939. ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് ലോകമെമ്പാടും ഇന്ത്യയിലും ഇത്തരത്തിലുള്ള മൈനേഴ്സ് ആൻഡ് വാർഡ്സ് ആക്ട് വരുന്നത്. ഇന്ത്യയിലും ആ ആക്ട് 1890 ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് എന്ന പേരിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ നിലവിലുള്ള നിയമസംഹിതകളിലേക്ക്, നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലേക്ക് അത് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ മൈനർമാരുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് അത് ഗാർഡിയൻസിൻ്റെ, വാർഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അത് ഹിന്ദു മൈനോറിറ്റി ആക്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ഗാർഡിയൻസ് ആൻഡ് വാർഡ് ആക്ട് അനുസരിച്ച് കോടതി നിയമിക്കുന്നതായിട്ടുള്ള ഗാർഡിയൻസ്, ഇവരുടെ എല്ലാം പ്രാഥമികമായ ചുമതല ഈ മൈനറായിട്ടുള്ള ആളുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതേ കാര്യത്തിന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ വിവിധ ദേവസ്വം ബോർഡുകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, അതുപോലെ ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡുണ്ട്, അങ്ങനെ മറ്റു പല ദേവസ്വം ബോർഡുകളുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ എല്ലാ അവകാശങ്ങളുമുള്ള ഈ ദൈവങ്ങളുടെ സ്വത്ത് കണ്ടവം കൊണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഈ ബോർഡുകളുണ്ട്, വലിയ അധികാരത്തോടുള്ള ബോർഡുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന വലിയ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി ഇങ്ങോട്ടുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൽ പല കമ്മീഷണർമാരുണ്ട്, തിരുവാഭരണ കമ്മീഷണറൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോഴാണ് വിജയ് മല്യ 1998 അത് സ്വർണം പൊതിഞ്ഞ് നൽകിയ ദ്വാരപാല വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ വാതിലുമൊക്കെ, അത് കൃത്യമായി സ്വർണം പൊതിഞ്ഞതിനുള്ള രേഖകളുണ്ട്. അത് വളരെ കൺവെൻഷണൽ മെത്തേഡിൽ അവിടെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് തകിടിൻ്റെ മുകളിൽ അടിച്ചേർത്ത് മെർക്കുറി വെച്ച് ഉറപ്പിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതിന് തിളക്കം പോകുന്നു എന്ന ഒരാളിലാണ് 19 ഒരാൾക്ക് ഒരു പോറ്റിക്ക് ഈ ഇതെല്ലാം കൂടി എടുത്ത്
കൊടുത്തിട്ട് അയാൾ കൊണ്ടുപോയി ഇതെല്ലാം മാറ്റി പൂശി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ വല്ല ഉത്തരവാദിത്തമുള്ള വല്ലവരും ഉണ്ടായിരുന്നു? ആർക്കും എന്തും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ അവിടെ ഈ ചെല്ലുന്ന ഭക്തർക്കാണ് ഈ നിയമങ്ങളെല്ലാം ബാധകമായിരിക്കുന്നത്. അല്ലാതെ മറ്റാർക്കും തന്നെ അവിടെ വലിയ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങളുണ്ടാകുന്നു. അങ്ങനെ ചിലപ്പോൾ അവിടെ വല്ല ഇപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ചെറിയ തോതിലുള്ള ആചാര ലംഘനം ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ വലിയ വിഷയങ്ങളുണ്ടാവുകയാണ്. പക്ഷേ അതേസമയം ഈ എന്ത് ആചാരം വെച്ചാണ് ഈ 19 ഇതെല്ലാം കൂടി എടുത്ത് ഈ പോറ്റി കൊണ്ടുപോയതെന്ന് ആർക്കും പറയാം. അത് ചെമ്പായിരുന്നോ അല്ല സ്വർണ്ണമായിരുന്നോ അല്ല സ്വർണവും ചെമ്പുമായിരുന്നോ, കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെ, അത് കൊണ്ടുപോയ സ്വർണ്ണം എത്രയാണ്, ഇതൊന്നുമില്ല. ഒരു വ്യക്തി, ഒരു കീഴ്ശാന്തി എങ്ങാണ്ടായിരുന്ന ഒരാൾ വരികയാണ്, ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി. അദ്ദേഹത്തെ സ്പോൺസർ എന്നാണ് വിളിക്കുന്നത്, സ്പോൺസർ. അയാൾക്കെതിരെ സംസാരിക്കാൻ ഇതുവരെയായിട്ട് നേരത്തെയുള്ളോ ഇപ്പോഴുള്ളതായിട്ടുള്ള അതിൻ്റെ വലിയ മറ്റേ ബോർഡ് ചെയർമാനോ അംഗങ്ങളോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് ചെമ്പാണെന്ന് താഴെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എഴുതുന്നു. ഞാൻ മുകളിൽ വരെ ഇത് നോക്കുന്നില്ല, അവിടെ ചെന്ന് നോക്കിയിട്ട് എന്നാൽ ശരി ഇത് ചെമ്പാണോ അല്ലെ സ്വർണ്ണമാണോ എന്ന് അവിടെ ചെന്നൊന്ന് ഉരച്ചു നോക്കാനോ ഏതെങ്കിലും ഒരു മറ്റേ സ്മിത്തിനെ വിളിച്ച് അവിടെ ചെന്ന് ഇതൊന്ന് നോക്കി ഇത് സ്വർണ്ണമാണോ ചെമ്പാണെന്ന് നോക്കാനുള്ള ഒരു ഔചിത്യം പോലും ആരും കാണിച്ചിട്ടില്ല. അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കാണിച്ചിട്ടില്ല, മെമ്പർമാരും കാണിച്ചിട്ടില്ല, മറ്റു ഉദ്യോഗസ്ഥന്മാരും കാണിച്ചിട്ടില്ല. ഇതെല്ലാം കുരി കൊടുത്തു വിടുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ആൾക്ക് ചെന്ന് എവിടെയും ചെന്ന് ഇത് കുറച്ച് മങ്ങിയിട്ടുണ്ട്, ഇത് ഞാൻ സ്വർണ്ണം പൂശി തരാം എന്ന് പറയുമ്പോൾ ഇത് എടുത്തു കൊടുക്കുകയാണ്. ഇതിനൊന്നും യാതൊരു വ്യവസ്ഥയുമില്ലേ. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനമാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ധാരാളം ഉത്തരവാദികളുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടോ? അത് അന്വേഷിച്ചിട്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ നേടിയിട്ടുണ്ടോ? അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ സ്വർണം പൂശി വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എടുത്ത് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ബോർഡിൽ നിന്നോ അതുപോലെ തന്നെ അതിന് മുകളിലുള്ള ഹൈക്കോടതിയിൽ നിന്നോ വല്ല അനുമതിയും തേടിയിട്ടുണ്ടോ? ഇതൊന്നും ഈ വിഷയത്തിൽ പ്രസക്തമാകുന്നില്ല. അപ്പോൾ 19 കൊടുത്തു, ഇപ്പോൾ ഇതാ വീണ്ടും കൊടുത്തയച്ചു. ഇങ്ങനെ ഈ രീതിയിൽ ഇതിനാണ് ശരിയായ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യം വരുന്നത് പൊൻകുരിശ് തോമയുടെയാണ്. കർത്താവിന് പൊൻകുരിശ് വേണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷേ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ പൊൻകുരിശ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത ആ സ്ഥാപനം നടത്തുന്നവർക്കുണ്ട്. കാരണം ഈ എല്ലാ ദൈവങ്ങൾക്കും മൈനർ സ്റ്റാറ്റസാണുള്ളത്. അവർക്ക് നേരിട്ട് വന്നിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനാവില്ല. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും ഇത് നന്നായി കൊണ്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഈ ആളുകളെല്ലാം അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ വേദനാജനകമാണെങ്കിലും അത് വളരെയധികം ഒരു തരത്തിൽ നമ്മളൊരു അസംബന്ധ നാടകം കാണുന്നത് പോലെയാണ് ഈ ഉത്തരവാദിത്തരഹിതമായ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയും എന്തൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുപോയി സ്വർണം പൂശാനും ചെമ്പ് പൂശാനും കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് മുഴുവൻ കണക്കെടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ.